അമേരിക്കയിലെ ഒരു പൊളിറ്റിക്കൽ അസാസിനേഷൻ നടന്നിരിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലെ യൂട്ട ഗവർണർ സ്പെൻസർ കോക്സ് ആണ്. ചാർലി കിർക്കിൻ്റെ മരണത്തെ തുടർന്നാണ്. ഒരു പൊതു ചടങ്ങിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ്. ഇത് പല കാര്യങ്ങളും ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പാണ്. മാത്രമല്ല പല കാര്യങ്ങളും ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്, അല്ലേ മാഷെ? തീർച്ചയായിട്ടും അമേരിക്കൻ പൊളിറ്റിക്സിലും ഭരണകൂടത്തിലും വലിയ മാറ്റങ്ങൾ വരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇനി അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒരു സൗന്ദര്യം അതിൻ്റെ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കാണ്. പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക്കിന് പ്രസിഡന്റിന് കൊടുക്കുന്ന ആദരവ്, അധികാരം മാത്രമല്ല ആദരവ് കൂടിയാണത്. അമേരിക്കയുടെ ഡിസിപ്ലിൻ ഒരിക്കലും പ്രസിഡന്റിനെ ആരും ചോദ്യം ചെയ്യില്ല. പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുന്നത് ഇലക്ഷൻ കാലത്ത് മാത്രമാണ്. ഇലക്ഷൻ കാലത്തെ ക്യാമ്പയിൻ പൂർത്തിയായി ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ മുഴുവൻ ജനതയും, വെദർ ഡെമോക്രാറ്റ്സ് ഓർ റിപ്പബ്ലിക്കൻസ് ആരായാലും അവിടുത്തെ എതിരാളികളും ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കുടിപ്പകയും വിരോധമായിട്ട് നടക്കാറില്ല. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കൻ പ്രസിഡന്റാണ്, പിന്നെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ഇല്ല, ഡെമോക്രാറ്റ് പ്രസിഡന്റ് ഇല്ല. അപ്പോൾ ആ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു അവിടെ. അത് മാറിയിരിക്കുന്നു എന്നുള്ള അമേരിക്കയുടെ പുതിയ ചിത്രം. ഇത് അമേരിക്കയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും അങ്ങേയറ്റം വില കെടുക്കുന്ന ഒരു നിലപാടാണ്. അതിലേക്ക് അമേരിക്കയെ എത്തിച്ചത് ഈ ട്രംപാണ്. ട്രംപിൻ്റെ രണ്ടാം ട്രംപ്. ഒന്നാം ട്രംപിനെ ആളുകൾ തിരിച്ചറിഞ്ഞെങ്കിലും സഹിച്ചിരുന്നു. രണ്ടാമത്തെ ട്രംപിനെ ലോകം സഹിക്കുന്നില്ല, അമേരിക്ക ഒട്ടും സഹിക്കുന്നില്ല. അതാണ് ചിത്രം. ആദ്യം ട്രംപ് നാണം കെട്ട് പോയത് കഴിഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു കൊല്ലം കഴിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ രണ്ടാം ടേമിൽ മാനം കെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പറയുക, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുക. ഈ ലോകക്രമം, അമേരിക്കൻ വ്യാപാര ബന്ധങ്ങൾ, അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ പരസ്പര രാഷ്ട്രത്തലവന്മാരോടും രാഷ്ട്രങ്ങളോടും കാണിക്കേണ്ട ബഹുമാനം, ഇതൊന്നുമില്ലാത്ത ഒരു 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 അനാർക്കി നിലപാട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മനോനില പരിശോധിക്കണം എന്നൊക്കെ പലരും പറയുന്നുണ്ടല്ലോ. അത് പറയുന്ന വെറുതെ അല്ല, അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനോനില പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയാണ് അദ്ദേഹം എല്ലായിടത്തും. ഇന്ത്യയോടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കുടിപ്പക കാണിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടുമല്ല, ഇന്ത്യ സമാധാന മാർഗത്തിൽ മുന്നേറുന്നു, ഇന്ത്യ പുരോഗതി കൈവരിക്കുന്നു, ഇന്ത്യയുടെ GDP വർദ്ധിച്ചിരിക്കുന്നു, ഇന്ത്യ ലോക നിലവാരത്തിൽ, ഇന്ത്യ ബഹിരാകാശത്ത് പോകുന്നു. പണ്ട് അമേരിക്കക്ക് മാത്രം സ്വപ്നം കാണാൻ പറ്റിയിരുന്നാണുള്ളതൊക്കെ. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രശ്നം, അപ്പോൾ എപ്പോഴും ഈ അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ലോകത്തെ രണ്ട് ചേരിയാക്കി നിർത്തിയിട്ട് അപ്പുറത്തൊരു ശത്രുവിനെ ഉണ്ടാക്കുക, എന്നിട്ട് ഒരാളെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, ഒരാളെ ഇങ്ങോട്ടും കൂടെ നിർത്തുക. അങ്ങനെയായിരുന്നു പരിപാടി. തമ്മിലടിപ്പിച്ചിട്ട് ആയുധ കച്ചവടം നടത്തുക. 2-3 തരം കച്ചവടങ്ങളാണ് അമേരിക്കയുടെ സമ്പദ്ഘടന എന്ന് പറയുന്നത്. 2-3 തരം കച്ചവടം. ഒന്ന് ആയുധ കച്ചവടം. അമേരിക്കൻ വരുമാനം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട 3 തരം കമ്പനികളാണ്. ഒന്ന് ആയുധ കമ്പനി, 2 യുദ്ധ കമ്പനി, കോർപ്പറേറ്റ് വാരിയേഴ്സ് എന്ന് പറയും. എന്നുവെച്ചാൽ ലോകം മുഴുവൻ നടന്നിട്ട് 3-ാം ലോക രാജ്യങ്ങളിൽ നിന്ന് പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിന് യുദ്ധ കരാർ എടുത്തിട്ട് യുദ്ധം നടത്തി കൊടുക്കുക. അത്തരം കമ്പനികളുണ്ട്, കോർപ്പറേറ്റ് വാരിയേഴ്സ്, യുദ്ധ കമ്പനികൾ. അപ്പോൾ ആയുധം കൊടുക്കുന്ന അവർ, യുദ്ധം നടത്താനുള്ള പട്ടാളക്കാരെ കൊടുക്കുന്നത് ഇവർ. മൂന്നാമത്തെ പണിയുണ്ട്, യുദ്ധം ചെയ്ത് നാടുകൾ നശിപ്പിക്കുക. ഇപ്പോൾ ഇറാഖിലൊക്കെ നടന്ന അതാണ്, അഫ്ഗാനിസ്ഥാനിൽ നടന്ന അതാണ്. അവിടെ നഗരങ്ങളും രാജ്യങ്ങളും നശിപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? പുനർനിർമ്മാണം നടത്തണം. അതിൻ്റെ എഞ്ചിനീയറിംഗ് കരാറെടുക്കുക. അതും ഈ കമ്പനികൾ തന്നെ. ആലോചിച്ച് നോക്കൂ. സ്വാർത്ഥതയാണെന്ന് മാത്രമല്ല, ലാഭക്കൊതിയന്മാരാണ്. ലാഭക്കൊതി മൂത്തിട്ട് ഇപ്പോൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നിർവഹിക്കുന്ന ദൈവമായിട്ട് ഇവൻ മാറുകയാണ്. അതുകൊണ്ടാണ് ഇവനെ ലോകദൈവം എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യുക? എങ്ങനെ വന്നാലും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും വരുമാനം, രണ്ടിൻ്റെയും ലാഭം ഒരു പെട്ടിയിലേക്ക്. അതായിരുന്നു അമേരിക്കയുടെ. ആ സമ്പദ്ഘടന മാറി. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും സ്വന്തം കാലിൽ ഏറെക്കുറെ നിൽക്കാൻ തീരുമാനിച്ചു. 3-ാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന് ഏറെക്കുറെ അപൂർവം രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങൾ, അപൂർവം രാജ്യങ്ങളെ ഇപ്പോൾ 3-ാം ലോക രാജ്യങ്ങൾ എന്ന് വിളിക്കാനുള്ളൂ. 3-ാം ലോക രാജ്യങ്ങൾ എന്ന് വിളിച്ചിരുന്നത് 2 കാരണം കൊണ്ടാണ്. ഈ വികസിതവും വികസ്വരവുമല്ലാത്ത, ഒട്ടും വികാസത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രാജ്യങ്ങളെയാണ് 3-ാം ലോക രാജ്യങ്ങൾ. ആ കൂട്ടത്തിൽ അല്ല ഇപ്പോൾ നമ്മൾ. ഇന്ത്യ ബഹുദൂരം മുന്നേറി വികസിത രാജ്യം തന്നെയായി ഇന്ത്യ, നമ്പർ 1 രാജ്യം. അപ്പോൾ ഇന്ത്യയോടുള്ള വിരോധം അത് തീർക്കാൻ വേണ്ടി എന്തെല്ലാം നമ്മുടെ ടെക്കികളെ നിരോധിച്ചു. നമ്മുടെ കുട്ടികൾ പോയി അവിടെ ആ രാജ്യത്തിന് മുതൽക്കൂട്ടി കൊടുത്തിട്ട് അതിൻ്റെ കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ നാട്ടിലും സമ്പാദിക്കുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. അത് തിരിച്ചടിക്കുമല്ലോ മാഷെ, ഇവരെ നിരോധിക്കുമ്പോൾ അത് തിരിച്ചടിക്കുകയും ചെയ്യാം, വലിയ തോതിൽ തിരിച്ചടിക്കും. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ മാർക്കറ്റ്. പണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റായിരുന്ന 3-ാം ലോക രാജ്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റ് തേടി അമേരിക്കയിലേക്ക് പോകുക. അത് വെച്ചാൽ പ്രൊഡക്ഷൻ നമ്മൾ പ്രൊഡക്ഷൻ സെൻ്ററായി മാറി, നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങി.
ഈ മൂന്നാമത്തെ കാര്യം, അമേരിക്ക ഇല്ലെങ്കിലും ഇപ്പോൾ ഈ അമേരിക്ക ഇല്ലെങ്കിൽ സമാധാനമില്ല. യുദ്ധം നിർത്തണമെങ്കിൽ അമേരിക്ക വേണം, യുദ്ധം ഉണ്ടാക്കാനും അമേരിക്ക വേണം. രണ്ടിനും നീ വേണ്ടടാ എന്ന് പറയാൻ തുടങ്ങിയ ആളുകളോട് യുദ്ധം ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കറിയാം. അത് ഏറ്റവും ഒടുവിൽ തെളിയിച്ചത് ഇന്ത്യയാണ്. യുദ്ധം നിർത്താൻ പലയിടത്തും പറഞ്ഞു നോക്കി, ഇസ്രായേലിനോട് പറഞ്ഞു നോക്കി, റഷ്യയോട് പറഞ്ഞു നോക്കി, അതുകൊണ്ടൊന്നും ആരും യുദ്ധം നിർത്തിയില്ല. ഇപ്പോഴും യുദ്ധം അനുസരിക്കുന്നില്ലല്ലോ, ആരും അനുസരിക്കുന്നില്ല. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വിലയുണ്ടായിരുന്നു പണ്ട്. പറഞ്ഞാലും അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ, ഒന്ന് ചെവിക്കൊള്ളുമായിരുന്നു. ഇപ്പോൾ ഇയാളല്ലേ, ട്രംപ് പറഞ്ഞാൽ കേൾക്കേണ്ടതില്ല എന്നൊരു ധാരണയിലെത്തി. അപ്പോൾ യുദ്ധം ചെയ്യേണ്ടത് എപ്പോഴാണ്? അമേരിക്ക ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കണോ വേണ്ടേന്ന് ആരാ തീരുമാനിക്കേണ്ടത്? പണ്ട് അമേരിക്കയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അത് പോയി. ആക്രമിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായി. അത് ഒരു ഏപ്രിൽ 22 അല്ലേ, 26 മെയിലാണ്. അല്ല, പെഹൽഗാം ആക്രമണം ഉണ്ടായിട്ട് എന്താണ് തിരിച്ചടിക്കാത്തതെന്ന് ലോകം മുഴുവൻ ചോദിച്ചു. അപ്പോൾ അത് നമ്മൾ ഹോംവർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയ് 7-ാം തീയതി കയറി ആക്രമിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ. 3-ാം ദിവസം പാകിസ്ഥാൻ കീഴടങ്ങി. അപ്പോൾ ഇയാൾ പറയാണ് യുദ്ധം ചെയ്യാൻ എന്നോട് ചോദിച്ചില്ല, യുദ്ധം നിർത്തിയതെങ്കിലും ഞാൻ പറഞ്ഞിട്ടാണ്. അതാണ് അടുത്ത പരിപാടി. ഞാനാണ് യുദ്ധം നിർത്തിച്ചത്. ഇയാളോട് ആരെങ്കിലും പറഞ്ഞോ? പാകിസ്ഥാൻ പറഞ്ഞോ? ഇന്ത്യ പറഞ്ഞോ? ഇല്ല. പാകിസ്ഥാൻ പിന്നെ മൗനം കൊണ്ട് സമാധാനം വന്നല്ലോ. പാകിസ്ഥാന് വന്ന ഏത്തമിട്ടതാണ്. 3 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു യുദ്ധം. അപ്പോൾ ഈ അവസ്ഥയിൽ ലോകം മുഴുവൻ നാണം കെട്ടി ഇയാൾ നിൽക്കുമ്പോഴാണ് ഈ ഓരോ ഭരണപരിഷ്കാരത്തിൻ്റെയും പേരിൽ അമേരിക്കയിൽ തിരിച്ചടി ഉണ്ടാവുന്നു. അമേരിക്കൻ പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ വിസ നയത്തിനെതിരായി വലിയ തിരിച്ചടി ഉണ്ടായി. മസാച്യുസെറ്റ്സ് എന്നൊരു സ്റ്റേറ്റിൻ്റെ സമ്പദ്ഘടനയെ തന്നെ നിശ്ചലമാക്കി ഈ വിസ നയം. അതിനെതിരായിട്ട് അവിടുത്തെ ഗവർണർ രംഗത്ത് വന്നു. ഈ നമ്മുടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ സുരക്ഷ എടുത്തു കളഞ്ഞപ്പോൾ പെൻസിൽവാനിയയിലെ ഗവർണർ രംഗത്ത് വന്നു. പല ഗവർണർമാർ രംഗത്ത് വന്നു. അമേരിക്കൻ ഫെഡറൽ കോടതി ഇന്ത്യയുടെ താരിഫ് ഉയർത്തിയല്ലോ, അനാവശ്യമായി ഉയർത്തി. അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ പാലിക്കാതെ, അമേരിക്കയുടെ അന്തസ്സ് കാണിക്കാതെ. അമേരിക്കൻ പാർലമെന്റിന് മാത്രം അവകാശമുള്ള കാര്യമാണ്. ഒരു രാജ്യവും അമേരിക്കയും മറ്റൊരു രാജ്യവും തമ്മിൽ വ്യാപാര കരാറുണ്ടെങ്കിൽ ആ കരാറ് പുനഃപരിശോധിക്കാൻ അമേരിക്കൻ പാർലമെന്റിനെ അവകാശമുള്ളൂ. ആ അവകാശമാണ് ഇയാൾ കയ്യിലെടുത്ത് പ്രയോഗിച്ചത്. താരിഫിന്റെ വിഷയത്തില് രണ്ട് ഫെഡറൽ കോടതികൾ ട്രംപിനെതിരെയാണ്. ഇനി ഒരു സുപ്രീം കോടതിയുടെ വിധി മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതിയുടെ അപ്പീൽ പോയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ മാത്രമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ അമേരിക്കൻ ഫെഡറൽ കോടതികൾ പോലും ഒരു പ്രസിഡന്റിനെതിരായി, ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ മജിസ്ട്രേറ്റ് കോടതി, ഹൈക്കോടതി, ആ 2 കോടതി ഇപ്പോൾ ട്രംപിനെതിരായിട്ട് വിധിച്ചു. ഇനി സുപ്രീം കോടതി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അമേരിക്കൻ കോടതികൾ ട്രംപിനെതിരായി, അമേരിക്കൻ ഗവർണർമാർ എതിരായി, അമേരിക്കയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളും അദ്ദേഹത്തിനെതിരായി, അമേരിക്കൻ തെരുവുകളിൽ ട്രംപിനെതിരായി വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ പതിവായി. അതിൻ്റെ ഒടുവിലത്തെ കേസാണ് ഇപ്പോൾ ഒരു കൊലപാതകം. ഇതിനിടയിൽ തന്നെ ട്രംപിന് വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ട്രംപിനും വെടിവെച്ചു. ആലോചിച്ചു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഈ പേഴ്സണൽ അനാർക്കി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് അതിരില്ല. എന്നാൽ അമേരിക്കൻ സിസ്റ്റത്തിന് വളരെ ഡിസിപ്ലിൻഡാണ്. അതുകൊണ്ടാണ് ക്ലിൻ്റൺ മോണിക്ക ലെവിൻസ്കിയുമായി ബന്ധമുണ്ടായിരുന്നതിന് അമേരിക്കൻ സംസ്കാരം എതിരല്ല, യാതൊരു കുഴപ്പമില്ല. ഈ നമ്മുടെ നാട്ടിൽ അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടും പാടി നടക്കുന്ന സാധനമൊന്നും അമേരിക്കയിൽ കുറ്റമല്ല. അത് വ്യക്തി സ്വാതന്ത്ര്യം. അതേ സമയത്ത് അത് ഉണ്ടോ ഇല്ലേ എന്ന് പാർലമെൻറ്റ് ചോദിച്ചാൽ ഉള്ളതേ പറയാവൂ. അവിടെ രക്ഷപ്പെടാൻ വേണ്ടി നുണ പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സ്ഥിതി നോക്കുമ്പോൾ നേരെ തിരിച്ചാ. ലോകത്തിൽ എവിടെയും പറയാൻ പാടില്ലാത്ത നുണ പാർലമെൻറ്റുകളിൽ പറയാം, പാർലമെൻറ്റിലും അസംബ്ലിയിലൊക്കെ പറയാം. അത് പ്രിവിലേജാണ്. എന്ത് നുണയും പോയി പറയാം, തെളിവ് വേണ്ട. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ പാർലമെൻറ്റിന് ആ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പേഴ്സണൽ അനാർക്കി ഉണ്ട്. പേഴ്സണൽ അനാർക്കി വലുതായി. പേഴ്സണൽ അനാർക്കി ഇപ്പോൾ ട്രംപ് നേരത്തെ ഉണ്ട്, അമേരിക്കൻ ജനുസിലുള്ളതാണത്, അതിൻ്റെ ജീനോളജിയിലുണ്ട്. പക്ഷേ ട്രംപ് വന്നതിന് ശേഷം അത് കൂടി. എന്ന് വെച്ചാൽ പേഴ്സണൽ അനാർക്കി ഏത് കുട്ടിക്കും ആരെയും പണ്ടേ ഉണ്ടല്ലോ, സ്കൂളുകളിൽ പോലും കുട്ടികൾ തോക്കുകൊണ്ട് കളിക്കുകയും ഏത് നേരത്തും വെടിവെക്കുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതേ അവസ്ഥ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ട്രംപിന് നേരെ വെടിവെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയ നേതാവ് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ നേതാവിനെ നേരിടേണ്ടത് എങ്ങനെയാണ്? നമ്മളെ ജനാധിപത്യത്തിൽ അമേരിക്കൻ മാതൃക പോലും അങ്ങനെയാണ്. ഒന്ന് ക്യാമ്പയിനിലൂടെ വിജയം, അദ്ദേഹം നടത്തിയതിനേക്കാൾ ഗംഭീരമായ പ്രസംഗം അപ്പുറത്ത് നടത്തും, ഡെമോക്രാറ്റ്സിനെതിരായിട്ട് റിപ്പബ്ലിക്കൻസ് നടത്തും. എന്നിട്ട് ആ ക്യാമ്പയിനിൽ തന്നെ തീരുമാനിക്കും ഇവൻ കൊള്ളാം അല്ലെങ്കിൽ അവൻ കൊള്ളാം എന്ന് തീരുമാനിക്കും. എന്നിട്ട് അതിനനുസരിച്ച് വോട്ട് ചെയ്യും, വോട്ടിൽ തോൽപ്പിക്കും. ജനാധിപത്യ രീതി അങ്ങനെയല്ല. അതിന് പകരം അദ്ദേഹത്തെ വെടിവെച്ചത് അദ്ദേഹം വലിയ ഹീറോയിസമാക്കി മാറ്റി. വെടിവെച്ചുമ്പോൾ വെടി കൊള്ളില്ല അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി, എന്നിട്ട് ഉടനെ തന്നെ
വീണ്ടും രംഗത്ത് വന്നു എന്നൊക്കെ പറഞ്ഞാൽ ധൈര്യമാണെന്ന് പറയാൻ വേണമെങ്കിൽ, പേടിച്ചില്ല എന്നൊക്കെ പറയാം. പേടി നോർമലായിട്ടുള്ള ആളുകൾക്കല്ലേ പേടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കാം. എന്തായാലും അദ്ദേഹത്തിനെ വെടിവെച്ചു. ഇപ്പോൾ അത് വന്ന് കഴിഞ്ഞിട്ടാണ് ഈ ക്രീക്കിൻ്റെ കിർക്കിൻ്റെ കൊലപാതകം. കിർക്കിൻ്റെ കൊലപാതകം തീർച്ചയായിട്ടും അവിടെ കൺസർവേറ്റീവായ അമേരിക്കൻ സമൂഹം കൃത്യമായിട്ട് രണ്ടായി തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വളരെ യാഥാസ്ഥികന്മാരും പുരോഗമനവാദികളും എന്ന് പറയാവുന്ന തരത്തിൽ. അത് പണ്ട് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ആയിരുന്നു. ഇപ്പോൾ കുറേ കൂടി പുതിയ തലമുറ രണ്ട് കൂട്ടത്തിലും പെട്ട യാഥാസ്ഥികന്മാരെ തള്ളി മാറ്റിയിട്ട് കൃത്യമായിട്ട് ജോ ബൈഡനും കമല ഹാരിസും ഒരു പാർട്ടിക്കാരാണെങ്കിൽ രണ്ട് നിലപാടുകാരായിരുന്നു. അതാണ്. അപ്പോൾ ഈ രണ്ട് നിലപാട് എന്ന് പറഞ്ഞാൽ നിലപാട് ജീവിത വീക്ഷണത്തിൽ. അപ്പോൾ ആ അവസ്ഥയിൽ പുതിയ യാഥാസ്ഥികന്മാരുടെ പുതിയ തലമുറയെ നയിക്കാൻ സാധ്യതയുള്ള ഉയർന്നു വന്ന വലിയ വാഗ്ദാനമായിട്ട് വരുന്ന ഒരാളാണ് കിർക്ക്. അപ്പോൾ ആ കിർക്കിൻ്റെ കൊലപാതകം തീർച്ചയായും തനിക്ക് പിമ്പേ വരുന്ന എല്ലാവരെയും ഭയപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ അകറ്റുകയോ, എലൻ മസ്കിനെ പോലും ഏറ്റവും ഒടുവിൽ ഈ ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വരാനും അധികാരത്തിൽ വന്നിട്ട് ഒരു സുഭദ്രമായ ഭരണകൂടത്തിൻ്റെ ഒരു തുടക്കം സ്ഥാപിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എലൻ മസ്കാണ്. എലൻ മസ്കിൻ്റെ പങ്ക് വളരെ വലുതാണ്. എലൻ മസ്കിനെ പക്ഷേ അദ്ദേഹം മാസങ്ങൾക്കുള്ളിൽ തള്ളിക്കളഞ്ഞു. ആ ഒരു അവസ്ഥയിൽ എല്ലാവരെയും ഒഴിവാക്കുകയോ അവസാനിപ്പിക്കുകയോ നിശബ്ദനാക്കുകയോ ചെയ്യുന്ന ഒരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് അത്യന്തം അപകടകരമായ നിലപാടാണ്. അതിൻ്റെ ഭാഗമാണ് ഈ കൊലപാതകം എന്ന് സംശയിക്കുന്നു. ആര്? ചില്ലറക്കാരല്ല, അമേരിക്കയിലെ ഗവർണർമാർ പോലും സംശയിക്കുന്നു. അതുകൊണ്ട് ഈ കൊലപാതകം പൊളിറ്റിക്കൽ അസാസിനേഷനാണ് എന്ന് ഒരു അമേരിക്കൻ ഗവർണർ പറഞ്ഞാലതിനർത്ഥം കൊലപാതക കുറ്റത്തിൻ്റെ നിഴലിൽ പോലും ട്രംപ് വന്ന് നിൽക്കുന്നു എന്നാണ്. ട്രംപിനെ വിചാരണ ചെയ്യാനിടയുണ്ട്, ഇംപീച്ച് ചെയ്യാനിടയുണ്ട്, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പടിയിറക്കി വിടാനും സാധ്യതയുണ്ട്. ട്രംപിൻ്റെ ഭാവി അങ്ങേയറ്റം അവതാളത്തിലാക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ട്രംപ് പ്രതികരിച്ചിട്ടില്ല. ഇനി എന്താണ് അമേരിക്കൻ പ്രതികരണമെന്നും ലോകത്തിൻ്റെ പ്രതികരണം എന്താണെന്നും അമേരിക്കൻ ജനത എങ്ങനെ ഇപ്പോൾ തന്നെ ട്രംപിനെതിരായുള്ള വലിയ പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ അമേരിക്കൻ ജനത അത് കണക്കാക്കുമെന്നും കൈകാര്യം ചെയ്യുമെന്നും നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.